ഇറാന്റെ പവർ പ്ലാന്റുകൾക്ക് നേരെ അമേരിക്കയോ ഇസ്രായേലോ ആക്രമണം നടത്തിയാൽ മേഖലയിലെ മുഴുവൻ ഊർജ്ജ എണ്ണ കേന്ദ്രങ്ങളും പൂർണ്ണമായും തകർക്കുമെന്ന ഇറാന്റെ പ്രഖ്യാപനം ലോകത്തെ ഇപ്പോൾ ഞെട്ടിച്ചിരിക്കുകയാണ്. ഇറാൻ പാർലമെന്റ് സ്പീക്കർ എക്സ് പ്ലാറ്റ്ഫോമിലൂടെയാണ് ഈ കടുത്ത നിലപാട് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. തങ്ങളുടെ വൈദ്യുത നിലയങ്ങളെയും അടിസ്ഥാന സൗകര്യങ്ങളെയും ലക്ഷ്യമിട്ടാൽ തിരിച്ചടി വീണ്ടെടുക്കാൻ കഴിയാത്ത വിധം ഭീകരമായിരിക്കുമെന്നും പശ്ചിമേഷ്യയെ ഒന്നടങ്കം ഇരുട്ടിലാക്കുമെന്നുമാണ് ഇറാന്റെ മുന്നറിയിപ്പ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അന്ത്യശാസനത്തിന് പിന്നാലെയാണ് കേട്ടോ ഈ വാക്പോർ ഇപ്പോൾ മുറുകിയിരിക്കുന്നത്. തന്ത്രപ്രധാനമായ ഹോർമുസ് കടലെടുക്ക് 48 മണിക്കൂറിനകം എല്ലാ കപ്പലുകൾക്കുമായി തുറന്നു കൊടുത്തില്ലെങ്കിൽ ഇറാന്റെ പവർ പ്ലാന്റുകൾ തകർക്കുമെന്നായിരുന്നു ട്രംപിന്റെ ഭീഷണി. നിലവിൽ അമേരിക്കയ്ക്കും അവരുടെ സഖ്യകക്ഷികൾക്കും ഒഴികെയുള്ള എല്ലാ രാജ്യങ്ങൾക്കും ഇറാൻ യാത്രാനുമതി നൽകുന്നുണ്ടെന്ന കാര്യം നാം വിസ്മരിച്ചുകൂടാ. ട്രംപ് ഭീഷണി നടപ്പാക്കിയാൽ ഹോർമുസ് കടലെടുക്ക് പൂർണ്ണമായും അടച്ചുപൂട്ടുമെന്നും US സൈനിക താവളങ്ങളുള്ള രാജ്യങ്ങളിലെ ഊർജ്ജ കേന്ദ്രങ്ങളെ നേരിട്ടുന്നം വയ്ക്കുമെന്ന താക്കീതുമായി IRGC ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. 4 ആഴ്ചയിലേക്ക് കടക്കുന്ന ഈ യുദ്ധം ലോക സമ്പദ് വ്യവസ്ഥയെ അപ്പാടെ തകിടം മറിച്ചിരിക്കുകയാണ് കേട്ടോ. ലോകത്തെ ഏറ്റവും വലിയ പ്രകൃതി വാതക കേന്ദ്രമായ സൗത്ത് പാഴ്സിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ആക്രമണം എണ്ണ വിപണിയെ വല്ലാതെയാണ് തളർത്തിയത്. ഞായറാഴ്ച മാത്രം എണ്ണ വിലയിൽ 13% വർധനമാണ് കേട്ടോ ഉണ്ടായത്. ഫെബ്രുവരി അവസാനത്തെ അപേക്ഷിച്ച് വിപണി വില ഇപ്പോൾ ഇരട്ടിയിലെത്തി നിൽക്കുകയാണ്. യുദ്ധ സാഹചര്യം കാരണം ഖത്തറിൽ നിന്നുള്ള LNG വിതരണം തടസ്സപ്പെട്ടതും പ്രതിസന്ധിയെ കൂടുതൽ രൂക്ഷമാക്കിയിട്ടുണ്ട്. ഊർജ്ജ മേഖലയിലെ ഓരോ ചലനവും ലോകമിപ്പോൾ ഭീതിയോടുകൂടി മാത്രമാണ് നോക്കിക്കാണുന്നത്. ഇതിനിടെ യുദ്ധക്കൊതിയനായ ബെഞ്ചമിൻ നെതന്യാഹു ഇറാനെതിരായ യുദ്ധത്തിൽ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ പിന്തുണ തേടി രംഗത്തെത്തിയിട്ടുണ്ട്. ഇറാന്റെ മിസൈലുകൾ യൂറോപ്പിന് വരെ ഭീഷണിയാണെന്ന് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞു വെക്കുന്നുണ്ട്. കാര്യങ്ങൾ കലുഷിതമായിട്ടാണ് മുന്നേറുന്നതെങ്കിലും ചില സമാധാന ശ്രമങ്ങൾ അവിടെ ഇവിടെയായി ഉണ്ടായും വരുന്നുണ്ട്. യുദ്ധം അവസാനിപ്പിക്കാനുള്ള നയതന്ത്ര ശ്രമങ്ങളുമായി തുർക്കി വിവിധ രാജ്യങ്ങളുമായി ഇപ്പോൾ ചർച്ച നടത്തി വരികയാണ്. ഈ യുദ്ധത്തിൽ അടിപതറിയ ട്രംപ് യുദ്ധം വേഗത്തിൽ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം സ്വയം കെട്ടിപ്പടുത്തിയ പ്രതിച്ഛായ അതിനനുവദിക്കുന്നില്ല എന്നതാണ് വസ്തുത. മണ്ടൻ സൈനിക ഇടപെടലുകളിൽ നിന്നും രാജ്യത്തെ രക്ഷിക്കുമെന്ന് പറഞ്ഞ് അധികാരമേറ്റിയ ട്രംപ് ഇസ്രായേലിന് വേണ്ടി അമേരിക്കയെ മറ്റൊരു വലിയ യുദ്ധത്തിലേക്ക് വലിച്ചിഴയ്ക്കുന്നുവെന്ന വിമർശനം അമേരിക്കയിൽ പോലും കടുത്ത രീതിയിൽ ശക്തമാണ്. സ്വന്തം രാജ്യത്തെ എണ്ണവില പോലും നിയന്ത്രിക്കാനാവാത്ത ഗതികേടാണ് ട്രംപിന് ഈ യുദ്ധം വരുത്തി വെച്ചിരിക്കുന്നത്. ഹോർമുസ് കടലിടുക്കിലെ ആ 48 മണിക്കൂർ സമയപരിധി അവസാനിക്കാൻ ഇനി അധിക നേരമില്ല. ഇറാന്റെ കരുത്തും ട്രംപിന്റെ വാശിയും എവിടെ ചെന്ന് അവസാനിക്കുമെന്നതാണ് ലോകമിപ്പോൾ ഉറ്റുനോക്കുന്നത്.